പേര് സമസ്ത, അതിന്റെ പേരിൽ പരിപാടി നടത്തുക. ആ ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശക്തമായി പറയേണ്ടുന്ന ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതിന്റെ മുമ്പൊക്കെ യാത്ര നടത്തിയ സമയത്ത് ശ്രദ്ധിക്കണം, തലമറന്ന് എണ്ണ തേക്കരുത്, അടിസ്ഥാന വിഷയങ്ങളിലേക്ക് എത്തി നോക്കാതെ പോകരുത്, അത് അപകടമാണ് എന്ന് ഓർമ്മപ്പെടുത്തി തരാൻ കഴിഞ്ഞ യാത്രയിൽ വരെ ആളുണ്ടായിരുന്നു. അപ്പൊ ചിലതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ഇപ്പൊ കുശാലായി. ഇപ്പൊ എന്താ അവസ്ഥ? എന്തെങ്കിലും ഒരു അല്ലാഹിയായ വാക്ക്, ഒരു ദീനിയായ എന്തെങ്കിലും ഒരു നസീഹത്ത്, മശായിഖുമായിട്ട് ബന്ധപ്പെട്ട എന്തിനാണ് ഈ സമസ്ത ഉണ്ടാക്കിയത്? അതിന്റെ അടിസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് ഇന്ന് മുതലെങ്കിലും ഒന്ന് പറയേ, എന്നാലും സന്തോഷം നമുക്ക്. ഇജ്ജ് പറഞ്ഞു തന്നിട്ട് വേണല്ലോ ഇപ്പൊ നമ്മളെ ഉസ്താദിന് പറയാൻ. ആയിക്കോട്ടെ, നിങ്ങൾ എന്താച്ചാ പറഞ്ഞോളേ. ഞമ്മക്കിപ്പോ അതെന്തേ ആഗ്രഹമുള്ളോ? ഞമ്മക്ക് വ്യക്തിപരമായിട്ട് വിരോധമല്ലല്ലോ. എവിടേക്കാണ് ഈ പോണ പോക്ക്? എത്ര മൂമിനീങ്ങളെ ഈമാനാണ് ഈ ഫസാദാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ കുറെ കുട്ടികൾ കുടുങ്ങിപ്പോവല്ലേ? ഇതൊരാൾ തെറ്റു പറയാ, ആ തെറ്റ് പിന്നെ അതിനെ തിരുത്തേണ്ടതിന് പകരം അതിനെങ്ങനെ ന്യായീകരിക്കുക, അതിനെങ്ങനെ വെളുപ്പിക്കുക, അതിനുള്ള ശ്രമം നടത്തുക. അത് തിരുത്തണ്ടേ? എത്ര പാവപ്പെട്ട നിഷ്കളങ്കരായ ഒന്നുമറിയാത്ത ചെറുപ്പക്കാർ കുടുങ്ങിപ്പോകുന്നുണ്ട്. നിഴൽവാദിയായ പേരോട്ടുകാരൻ ബുഖ്താനി മൗലവി ശൈത്താനി മുസ്ലിയാർ അത് പറഞ്ഞപ്പോ ബേജാറ്. എടോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കോലത്തിൽ ശൈത്താൻ വന്നേക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പ്രശ്നമല്ല. അത് പറഞ്ഞോനിക്ക് ശൈത്താനിയത്താണെന്ന് പറയുമ്പോഴോ നിങ്ങൾക്ക് പൊള്ളുക. താൽക്കാലം അങ്ങോട്ട് സഹിച്ചേക്ക്. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലുപ്പുള്ള ഒരു ഹോജരാജാവുകളല്ല. ഞങ്ങൾക്ക് വലുത് ഞങ്ങളെ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു റസൂലിനെ നിങ്ങൾക്ക് എന്തും പറയാ. അപ്പൊ റസൂലുള്ളാഹിക്ക് ന്യായമുണ്ട് എന്ന് ഈ പേരോട്ടുകാരൻ, ഈ ശൈത്താനി മുസ്ലിയാർ വാദിക്കുമ്പോ, ബുഖ്താനി മുസ്ലിയാർ വാദിക്കുമ്പോ അതിനെ ഏറ്റെടുക്കുക.